വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പോൾ നമുക്ക് ലൂയിസ് എൻറിക്കോൻ്റെ പി എസ് ജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലൂയിസ് എൻറിക്കെ പി എസ് ജിനെ അൺലോക്ക് ചെയ്തു എന്ന് പറയാം. പി എസ് ജിയിൽ എല്ലാ കാലത്തും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവർ മറ്റുള്ള ടീമിലെ ടോപ്പ് പ്ലേയേഴ്സിനൊക്കെ റാഞ്ചി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവർക്ക് യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയാറില്ല. ഇപ്പം 2020 ബയേണിനെതിരെ ആ ഒരു UCL ഫൈനൽ എത്തിയത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അവർ UCLൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം അവർ മെസ്സിനെയും റാമോസിനെയും നെയ്മറിനെയും എംബാപ്പനെയും അതുപോലെ തന്നെ വേറെ ആരൊക്കെ ഡൊന്നറുമ എല്ലാവരും ഒരുമിച്ച് കളിപ്പിച്ച സമയത്ത് പോലും യൂറോപ്പിൽ അവർക്കൊരു ഫിയർ ഫാക്ടർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം മാനേജർ ഒരു പ്രശ്നമായിരുന്നു. അത് നമുക്ക് ഉറപ്പായിരുന്നു പോച്ചറ്റിനോക്ക് ആ വലിയ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് എല്ലാ സമയത്തും നാസർ അൽ ഖലീഫിൻ്റെ പി എസ് സിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, സ്റ്റാർ സ്റ്റഡ് ടീം ഉണ്ടെങ്കിൽ പോലും. പക്ഷെ അവർ അവിടുന്ന് എന്താ പറയുക, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് മനസ്സിലായി കുറേ പ്ലെയേഴ്സിന് വലിയ വാല്യൂ എടുത്തു കൊണ്ടുവരുന്നതിലല്ല അൾട്ടിമേറ്റ് കാര്യം, ഒരു പ്രോപ്പർ ടീമിനെ, പ്രോപ്പർ മാനേജറെ വെച്ച് പ്രോപ്പർ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പോൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിന് പകരം സിസ്റ്റത്തിന് സ്യൂട്ടായിട്ടുള്ള മാനേജർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതാണ് ബെറ്റർ. അതവർ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അറിയാലോ, ഇപ്പോൾ അവർ ഗലാക്റ്റിക്കോസിൻ്റെ പിന്നാലൊന്നും ഓടുന്നില്ല. ഒരു കാലത്ത് അവർ നെയ്മറെ കൊണ്ടുവന്നു, മെസ്സിനെ കൊണ്ടുവന്നു, റാമോസിനെ കൊണ്ടുവന്നു. ഒറ്റ വിൻഡോയിലല്ലേ അവരിതെല്ലാം ചെയ്തേ. അപ്പം അങ്ങനത്തെ മാസീവ് വിൻഡോസിലൊന്നും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവർ ആവശ്യമുള്ള പ്ലേയേഴ്സിനെ മാത്രം നോക്കിക്കൊണ്ടല്ലോ തുടങ്ങി. പാച്ചോനെ കൊണ്ടുവന്നതും ഡെസിറേ ഡുവനെ കൊണ്ടുവന്നതും ഒക്കെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഒരു പ്രോപ്പർ വിഷൻ അവർക്കുണ്ട്. ജാവോനോസിനെ കൊണ്ടുവന്നൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു പ്രോപ്പർ വിഷൻ അവർക്കുണ്ട്. വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജർ അവർക്കുണ്ട്. സോ ആ ടീമിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം പി എസ് ജി വേഴ്സസ് ലിവർപൂൾ മാച്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ 2 ലെഗും ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. സെക്കൻഡ് ലെഗ് ചെയ്യാൻ പറ്റിയില്ല, ഫസ്റ്റ് ലെഗും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ ഒരു മാച്ചുകളെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലെഗിൽ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളയുന്നുണ്ട്. പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചിട്ട് ലിവർപൂളിനെ പി എസ് ജി കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷേ അവർക്ക് ഗോളൊന്നും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ഒരു ലെഗിലെ ത്രൂ ഔട്ട് ദ മാച്ച് നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഒരു ഓപ്ഷൻ പോലും ലിവർപൂൾ ഉണ്ടായിരുന്നില്ല. കിട്ടിയൊരു ചാൻസ് ലിവർപൂൾ ഗോൾ അടിച്ചു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലിവർപൂൾ ശരിക്കും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു നിലക്കും അവർക്ക് പി എസ് ജിൻ്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ലായിരുന്നു. പി എസ് ജിനെ ഒരു മൊമെൻറ്റിൽ പോലും ചാലഞ്ച് ചെയ്യാൻ, ആ ഗോൾ വന്ന മൊമെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരൊറ്റ മൊമെൻറ്റിൽ പോലും ചാലഞ്ച് ചെയ്യാൻ പോലും ലിവർപൂളിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 1-0 ഒരു വിക്ടറി സ്നാച്ച് ചെയ്തിട്ടാണ് പക്ഷേ ലിവർപൂൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ സെക്കൻഡ് ലെഗിലേക്ക് എത്തുന്ന സമയത്ത് ആൻഫീൽഡിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ലെഗ് വെച്ച് നോക്കുമ്പോൾ ലിവർപൂളിന് കുറച്ച് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെയും എന്താ പറയുക, പി എസ് ജി അവരെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. അപ്പം പി എസ് ജിൻ്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ രസമാണ്. ഇപ്പം അവരുടെ ഗോൾ കീപ്പർ എന്ന് തുടങ്ങുകയാണെങ്കിൽ ഡൊന്നറുമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സീസുള്ള ഗോൾ കീപ്പറാണ്. ആൾ സൂപ്പർ ഗോൾ കീപ്പർ, നല്ല ഷോട്ട് സ്റ്റോപ്പറാണ്. പക്ഷേ ഓൺ ദ ഫീറ്റ് ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവരുടെ ബിൽഡപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സെൻട്രൽ ബാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കിഞ്ഞോസും അതുപോലെ തന്നെ നമ്മുടെ വില്യം പാച്ചക്കാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ സെൻട്രൽ ബാക്സ് ആയിട്ടുണ്ടായിരിക്കുക. വേറെ സെൻട്രൽ ബാക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവരായിരിക്കും മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ പാച്ചോൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പാച്ചോ ഓൺ ദ ബോൾ അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ബിൽഡപ്പ് ഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാച്ചോ ഒന്നുകിൽ ന്യൂനോ മെൻഡസിനെ ഫൈൻഡ് ചെയ്യാം. പക്ഷേ ഈ ഫസ്റ്റ് പ്രസ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് തന്നെ പ്രസ് ചെയ്യാൻ വരുന്ന പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പാച്ചോ കേപ്പബിൾ ആണ്. എന്നിട്ട് പാസിംഗ് ലൈൻസ് അൺലോക്ക് ചെയ്യാൻ പാച്ചോ കേപ്പബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇപ്പം ലിവർപൂളായിട്ടുള്ള മാച്ചിൽ നോക്കുമ്പോൾ ലിവർപൂളിൻ്റെ പ്രസ് അറിയാലോ, ഭയങ്കര ഹൈ ആണ്. ആ ഒരു 4-4 ഭയങ്കര ഹൈ പ്രസ്സിങ് ആണ്, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രസ്സേഴ്സൊക്കെയാണ് അവരുടെ അടുത്തുള്ളത്. പക്ഷേ അത് നിരന്തരം ആ പ്രസ്സിനെ അവിടെ പി എസ് ജി ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കീ ആയിട്ട് നിന്നൊരു പ്ലെയർ എന്നുള്ളത് അവിടെ വില്യം പാച്ചോ ആണ്. പാച്ചോ ആസ് എ ഡിഫൻഡർ എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ലിവർപൂളിന് പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവർപൂൾ ഫസ്റ്റ് ലെഗിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു മൊമെൻ്റ് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ലെഗിൽ ഒരു മൊമെൻറ്റിൽ ജോട്ടക്ക് ബോൾ വരികയാണ്, ജോട്ട ബോൾ കാലിലെടുക്കുന്നേ ഉള്ളൂ, പക്ഷേ എവിടുന്നോ വന്ന് പാച്ചോ റാഞ്ചി കൊണ്ടുപോവുക ചെയ്തത്. സോ ആളൊരു ലാസ്റ്റ് മാൻ ഡിഫൻഡർ പണിയെടുക്കാനും ഒരു മോഡേൺ സെൻട്രൽ ബാക്കിനെ പോലെ നിന്ന് ബോൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാനും ഫസ്റ്റ് പ്രസ്സിന് ബീറ്റ് ചെയ്യാനൊക്കെ ഉഷാറായിട്ടുള്ള പ്ലെയറാണ്.
പിന്നെ മാർക്കിന്യോസിനെ അറിയാലോ. മാർക്കിന്യോസ് ചെറിയ ഡിപ്പ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ബിഗ് മാച്ചിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് മാർക്കിന്യോസ്. ആൾ പണ്ട് മുതലേ ഒരു ബിഗ് ഗെയിം പ്ലെയറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അവർക്ക് മാർക്കിന്യോസിനെ സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബെഞ്ചിൽ നിന്ന് വരാൻ ലൂക്കാസ് ബെറാൾഡോ ഉണ്ട്. ലൂക്കാസ് ബെറാൾഡോ ചുളുവിൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് PSG റാഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ടാലൻ്റ് ആണ്, അടിപൊളി ടാലൻ്റ് ആണ് ലൂക്കാസ് ബെറാൾഡോ. സൗത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യങ് സെൻറ്റർ ബാക്ക് എന്നുള്ള ലേബൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. സാവോപോളോ എന്നാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം ലൂക്കാസ് ബെറാൾഡോ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ആൾ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ് അവരുടെ സെൻറ്റർ ബാക്ക് ഏരിയാസിൽ. സോ അവരുടെ സെൻറ്റർ ബാക്ക് അറിയാലോ. അപ്പം നല്ലൊരു ഡിഫൻഡറാണ് മാർക്കിന്യോസ്. കൂടെ ഒരു ഓൺ ദ ബോൾ ടോപ്പ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടി അവിടെ വരുന്ന സമയത്ത്, പ്ലസ് ഏരിയലബിലിറ്റിയിലൊക്കെ പാച്ച് സ്ട്രോങ് ആണ്. അപ്പം അങ്ങനത്തെ ഒരാൾ വരുന്ന സമയത്ത്, അവർ ഡിഫെൻഡിങ്ങിലേക്ക് വരുന്ന സമയത്തും ബിൽഡപ്പിലേക്ക് വരുന്ന സമയത്തും ഒരു ക്വാളിറ്റേറ്റീവ് സുപ്പീരിയോറിറ്റി അവിടെ അറ്റൈൻ ചെയ്യുകയാണ് സെൻറ്റർ ബാക്ക് ഏരിയാസിൽ. പിന്നെ നമ്മൾ കിംബപ്പയൊക്കെ ഉണ്ട്, പക്ഷേ കിംബപ്പനൊക്കെ അവർ ലീഗിലാണ് സ്റ്റാർട്ട് ചെയ്യിക്കാറുള്ളത്. പിന്നെ വിങ് ബാക്സിൻ്റെ സൈഡിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ ഹാക്കിമി ആൻഡ് ന്യൂനോ മെൻഡസ്, അത് പറയേണ്ട ആവശ്യമില്ല. രണ്ടാളും ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സാണ്. രണ്ടാളും അപാര ക്യാരിയേഴ്സാണ്. അറ്റാക്കിംഗ് ത്രെറ്റ് നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. എന്താ പറയുക, നല്ല ഡ്രിബിളേഴ്സാണ്, നല്ല ഡിഫൻഡേഴ്സാണ്. സോ അടിപൊളി പ്ലെയേഴ്സാണ് രണ്ടും. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ന്യൂനോ മെൻഡസ് ഒക്കെ എന്താ പറയുക 210 മിനിറ്റ് സെലനെ പോക്കറ്റിലിട്ട് നടന്നു. അത് ഭയങ്കര സംഭവം തന്നെയാണ്. സെല എന്ന് പറയുമ്പോൾ നിലവിൽ വേൾഡിലെ ബെസ്റ്റ് പ്ലെയറാണ്. ആ ബെസ്റ്റ് പ്ലെയർ ഇത്രയും ടൈം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അത് വളരെ ഭംഗിയായിട്ട് ന്യൂനോ മെൻഡസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അപ്പുറത്ത് ഹാക്കിമിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡിയാസ് ഒക്കെ അഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരുവിധം ഹാക്കിമി അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാക്കിമിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ സഡൻ റൺസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സോ ഹാക്കിമിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, ഹാക്കിമിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ന്യൂനോ മെൻഡസിനെ കുറിച്ചും. രണ്ടാളും ഇപ്പോൾ ഒരു ഫുൾ ബാക്ക് കളിക്കാനും വിങ് ബാക്ക് കളിക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫൈൽസാണ് ആ റോളുകളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡ്ഫീൽഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ടാലൻറ്റുകളുണ്ട്, അവർക്ക് അടിപൊളി പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ വാലൻസിയർ എംറിനെ കുറിച്ച് പറയാം. എംറിനെ കുറിച്ച് അറിയാലോ, എക്സ്ട്രീംലി പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. 19 വയസ്സ് പ്രായമുള്ള ഒരു ചെക്കനാണ്. ലിവർപൂളിൻ്റെ PSG ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അടിപൊളി പ്ലെയറാണ്. ആ ചങ്ങായി അധിക സമയത്ത് ഇപ്പോൾ ബെഞ്ചിലായിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിലുള്ള ആളുകളുടെ ലെവൽ ആലോചിച്ച് നോക്കിക്കേ. ജാവോ നെവസിനെ എനിക്കൊന്ന് 10-70 മില്യൺ PSG തൂക്കിക്കൊടുന്നതാണ്. യൂറോപ്പിലെ വേറെ ഏത് ക്ലബ്ബ് പോയി ചോദിച്ചു കഴിഞ്ഞാലും 100-120 പോകും. പക്ഷേ PSG വെൽ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു 80-70, എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല. എനിവേ നമ്മൾ കേട്ട പ്രൈസിനേക്കാൾ ഒരുപാട് താഴെയാണത്. അപ്പം ആ ഒരു എമൗണ്ടിനാണ് ജാവോ നെവസിനെ കൊണ്ടുവരുന്നത്. സോ അത് വർത്തായിട്ടുള്ള ഒരു സൈനിങ് ആയി മാറി എന്ന് പറയാം. ജാവോ നെവസ് എന്ന് പറയുന്ന സമയത്ത് ആൾ ചെറിയൊരു മനുഷ്യനാണ്, പക്ഷേ ആളുടെ ഈ പ്രസ്സിങ് അടിപൊളി പ്രസ്സിങ്, ടോപ്പ് നോച്ച് പ്രസ്സിങ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ക്യാരിയിങ് ആണ്. 2-3 പ്ലേയേഴ്സിനൊക്കെ ടേക്ക് ഓൺ ചെയ്തിട്ട് ആൾ ബോൾ എടുത്ത് അങ്ങോട്ട് പോകും, ക്യാരി ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകും. പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുക, ബോൾ ക്യാരി ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുക, അത് അടിപൊളിയാണ്. അപ്പോൾ ആൾ പലപ്പോഴും അവിടെ ഒരു ഡബിൾ പിവറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പിവറ്റിൽ കൂടെ കളിക്കുന്ന ആരാണ്? പിവറ്റിൽ കൂടെ കളിക്കുന്നത് വിറ്റീഞ്ഞ ആയിരിക്കും. വിറ്റീഞ്ഞ ടോപ്പ് പ്ലെയറാണ്. വിറ്റീഞ്ഞ കൊടുക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് സുപ്പീരിയോറിറ്റി ഉണ്ടല്ലോ ടീമിനെ സംബന്ധിച്ചിടത്തോളം, അത് അടിപൊളിയാണ്. പിന്നെ അറിയാലോ, ബിഗ് ഗെയിംസിൽ വിറ്റീഞ്ഞ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറും കൂടാണ്. ഇപ്പോൾ വിറ്റീഞ്ഞനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ലിവർപൂൾ ഒരു ഹൈ ആയിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനി കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് അവിടെ ഡൊണാറുമക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് ഡിഫൻസിലേക്ക് സെൻട്രൽ ബാക്കുകളുടെ ഇടയിലേക്ക് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റീഞ്ഞ പോവും. എന്നിട്ട് വിറ്റീഞ്ഞോ പാച്ചോ കോമ്പിനേഷനിൽ ബോൾ മുന്നോട്ട് വരും. അതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. സോ വിറ്റീഞ്ഞനെ പോലത്തെ ഒരു പ്ലെയർ പിവട്ടിൽ നിൽക്കുന്ന സമയത്ത് ടീമിലെ മറ്റ് പ്ലെയേഴ്സിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. സോ വിറ്റീഞ്ഞ അവരുടെ സിസ്റ്റത്തിൽ പ്രോബബ്ലി ദ ബെസ്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാം വിറ്റീഞ്ഞനെ. അപ്പോൾ ഈ ലിവർപൂളിനായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ സിഡ്നിയായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് ആ മനുഷ്യൻ പുറത്തെടുക്കാറുള്ളത്. പിന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് ഫാബിയാൻ റോയ്സ് ആണ്. ഫാബിയാൻ റോയ്സും ടീമിന് വേണ്ടിയിട്ട് 2-3 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അടിപൊളി പ്ലെയറാണ്. അറിയാലോ, ആളുടെ ക്വാളിറ്റിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ യൂറോ കപ്പിൽ കണ്ടതാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ആളെ PSG വൃത്തിക്ക് കണ്ടതാണ്. സോ ആൾ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. സോ അതാണ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ പിവട്ട് അധിക സമയം ഫോം ചെയ്യുക, ഒന്നെങ്കിൽ
വിറ്റീഞ്ഞ റൂയിസ് അല്ലെങ്കിൽ വിറ്റീഞ്ഞ നെവസ് അങ്ങനെയാണ്. ചില സമയത്ത് വിറ്റീഞ്ഞ, അതേപോലെ തന്നെ വിറ്റീഞ്ഞയും വാറൻസിയർ എംബ്രിയൊക്കെ കാണാം. അപ്പോൾ എന്താണ്, നമ്മൾ അപ്പ് ദ പിച്ചിലേക്ക് കണ്ടു പോകുന്ന സമയത്ത്, ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അവർക്ക് ഏറ്റവും കീ ആയിട്ടുള്ള പ്ലെയർ എന്നുള്ളത് ആരാ? അത് ഉസ്മാൻ ഡെംബലയാണ്. അപ്പോൾ ഡെംബലെ ടീമിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വേറെയാണ്. ഡെംബലെ വിങ്ങറായിട്ടല്ല, അധിക സമയത്തും ഫോൾസ് നയനൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് തന്നെ ഓപ്പണൻസിന് ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ചില്ലറൊന്നുമല്ല. ഒന്നാമത് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് മിഡ്ഫീൽഡാണ് അവർക്കുള്ളത്. ആ മിഡ്ഫീൽഡിൻ്റെ ഇടയിലേക്ക് ഈ ഫോൾസ് നയനായിട്ട് ഡെംബല കൂടെ ഡീപ്പിലേക്ക് വരുന്ന സമയത്ത് അത് ഓപ്പണൻസിനെ ആരെ എങ്ങനെ എവിടെ പ്രസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അത് ലിവർപൂളിനായിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ടതാണ്. സോ മൂപ്പര് നേരെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നു. മിഡ്ഫീൽഡിൽ ഒരു 4 vs 3 ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് PSG വേണ്ടിയിട്ട് അവിടെ ഡെംബലെ സമ്മാനിക്കുകയാണ്. സോ അവർ ഓപ്പണൻറ്റ് മിഡ്ഫീൽഡിനെ ബീറ്റ് ചെയ്തിട്ട് ബോൾ മുന്നോട്ട് പോവാണ്. പിന്നെ അറിയാലോ, അവർക്ക് മുന്നോട്ട് പോകുന്നതിൽ അവർ ആശാന്മാരാണ്. പെട്ടെന്ന് ഫോർവേഡ് ബോൾസ് കൊടുക്കാനും ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനും എല്ലാത്തിനും പറ്റുന്ന പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. സോ ഡെംബല ഇപ്പോൾ 2025 തന്നെ 10-25 ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ UCL നോക്കുകയാണെങ്കിൽ 10 ഗോളും 7 അസിസ്റ്റും. പിന്നെ ലീഗിൽ നോക്കുകയാണെങ്കിൽ 25 മേലെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭാഷയിലൊന്നും കണ്ട ഡെംബല അല്ലത്, ഇത് വേറെ ഡെംബലയാണ്. ഇത് ലൂയിസ് എൻറിക്കേൻ്റെ ഡെംബലയാണ്. എന്ത് ഫോമാണ് ചെങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ പോവുകയാണെങ്കിൽ ബാലൻഡിയോർ റേസിലേക്ക് വരെ ഡെംബല എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അമ്മാതിരി തീപ്പൊരി ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ത്രീയിൽ നോക്കുന്ന സമയത്ത് ബ്രാഡ്ലി ബർക്കോളയുണ്ട്, ടോപ്പ് പ്ലെയറാണ്. ക്വാററ്റ്സ്കേലി ഉണ്ട്, ക്വാററ്റ്സ്കേലി അടിപൊളി പ്ലെയറാണ്. അപ്പം ഇങ്ങനത്തെ പേസി ആയിട്ടുള്ള, ഇപ്പോൾ ഡെംബലിൻ്റെ പേസ് ആണെങ്കിലും ക്വാററ്റ്സ്കേലിൻ്റെ പേസ് ആണെങ്കിലും ഈ ബർക്കോളിൻ്റെ പേസ് ആണെങ്കിലും ഭീകര പേസാണ്. ഇവരുടെ ഈ ഒരു ഡയറക്റ്റ് അപ്രോച്ച്, ഇവരുടെ കാലുമ്മലുള്ള ഓൺ ദ ഫീറ്റുള്ള ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ ടേക്ക് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി, ഇതൊക്കെ ഓപ്പണൻസിനെ എത്ര പേടിപ്പിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഏതൊരു ടീമാണ് ഈ ഒരു PSG-ക്കെതിരെ ഓൾ ഔട്ട് അറ്റാക്കിന് പോവുക? ധൈര്യം ഉണ്ടാവില്ല, ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ബോൾ മതി, 3 എണ്ണം മറ്റേ റോക്കറ്റ് വിട്ട പോലെയാണ് അങ്ങോട്ട് വരിക. ഇതിപ്പം എന്ത് അർത്ഥത്തിലാണ് ഇപ്പോൾ ഓർക്കെതിരെ ഒരു ഡിഫൻസ് സെറ്റപ്പ് ചെയ്യുക? ഇപ്പോൾ ലെഫ്റ്റിൽ ബർക്കോള വരാം, ക്വാററ്റ്സ്കേലി വരാം, ഡെംബലെ വരാം, റൈറ്റിലും ഈ 3 ആളും വരാം. അപ്പം ഏത് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിങ്ങേഴ്സ് വരുമ്പോൾ ഒന്ന് പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇവരെ നമ്മൾ മുമ്പത്തെ ക്ലബ്ബിൽ കണ്ട പോലെ അല്ല. ഇതിപ്പോൾ നമ്മൾ ക്വാററ്റ്സ്കേലിനെ ആ ഒരു സിരിയെ വിന്നിങ് സീസണിന് ശേഷം സീരിയൽ കണ്ട പോലെയല്ല. ആളുടെ ഒരു ഭീകര വേർഷൻ അൺലോക്ക് ആയിട്ടുണ്ട്. ആൾ ടോപ്പ് നോച്ച് ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വിങ്ങേഴ്സ് കൊണ്ടുവരുന്ന ത്രെറ്റ് ഉണ്ടല്ലോ, ഭീകര ത്രെറ്റാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സബ് എന്നൊരാൾ വരാണ്ട്, ഒരു 19 വയസ്സുള്ള ഡെസിറേ ഡുവേ, അടിപൊളി പ്ലെയർ ആട്ടോ ഡെസിറേ ഡുവേ. ആളപ്പോൾ നെക്സ്റ്റ് നെയ്മർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നെയ്മറിൻ്റെ സ്റ്റൈലിലുള്ള പ്ലെയർ എന്നൊക്കെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ. കാരണം ആൾ ബോൾ എടുത്ത് നൈസായിട്ട്, സ്ലോ ആയിട്ട്, മറ്റുള്ളവരെ പോലെ ആ പേസ് യൂസ് ചെയ്യുന്ന പ്ലെയർ അല്ല. ആൾ പ്യൂർലി ഒരു ആർട്ടാണ്. ബോൾ കാലിൽ വെക്കുക, ഓപ്പണൻസിനെ നല്ല രസത്തിൽ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പ്ലെയറാണ് ഡെസിറേ ഡുവേ. ആൾ അത്യാവശ്യം വേഴ്സറ്റൈല. അപ്പം ഫോൾസ് നയൻ പോലെ, ഒരു നമ്പർ 10 പോലെ കളിക്കാനും വിങ്ങിൽ കളിക്കാനൊക്കെ പറ്റുന്നൊരു പ്ലെയറാണ് ഡെസിറേ ഡുവേ. സോ അങ്ങനത്തെ പ്ലെയർ അവിടെ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ബെഞ്ചിൽ നിന്ന് വരാൻ. ഇപ്പോൾ ഓപ്പണൻസ് ഒരു ലോ ബ്ലോക്കൊക്കെ ഇട്ട് ഇടങ്ങറാക്കിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ലോ ബ്ലോക്കിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ട് പലപ്പോഴും എനിക്ക് ഡെസിറേ ഡുവേനെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ആൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പ്ലെയറാണ് ഡെസിറേ ഡുവേ. എനിക്കൊന്ന് പണ്ട് ആൾ യുണൈറ്റഡിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ആസ് എ യങ്സ്റ്റർ, അക്കാഡമീസിൽ. അപ്പം തോന്നിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ പിന്നെ ലീക്കാങ്ങിനുണ്ട് അവരുടെ അറ്റാക്കിൽ. ലീക്കാങ്ങിനൊക്കെ ബെഞ്ചിൽ നിന്ന് വരാനുള്ള പ്ലെയറാണ്. സോ അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ടീമാണ് ആര്, PSG. പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റാർ വാല്യുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഈ എല്ലാവരും സിസ്റ്റത്തിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത, പക്ക പറഞ്ഞ പോലെ പണിയെടുക്കുന്ന പ്ലേയേഴ്സാണെന്നുള്ളതാണ്. എല്ലാവരും നല്ല രീതിക്ക് പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ ഭയങ്കര ഫ്ലൂയിഡാണ്. ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ ബോൾ കിട്ടിക്കഴിഞ്ഞാലും അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവരുടെ സിസ്റ്റം അത്രയും ഫ്ലൂയിഡാണ്. സിസ്റ്റത്തിലേക്ക് എല്ലാ പ്ലേയേഴ്സും കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ആയ പ്ലേയേഴ്സാണ്. സോ ഒരു രക്ഷയില്ലാത്ത ടീമാണ്. ഇവരെന്താ പറയുക, ഒരു പുഴ പോലെ ഒഴുകും നമ്മൾ പറയില്ല, അതേപോലെയാണ് ഈ പ്ലേയേഴ്സൊക്കെ. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് കളിക്കുകയെന്നേ.
ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത റൗണ്ടിൽ നേരിടാനുള്ളത് ആസ്റ്റൺ വില്ലനെയാണ്. അപ്പം ആസ്റ്റൺ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല എങ്ങനെ അപ്രോച്ച് ചെയ്ത് നോക്കാം PSG-നെ. ഇപ്പോൾ ഈ 2 മാനേജർമാരെ എടുക്കാം. ഇപ്പം ഉനായ് എമറി ആണെങ്കിൽ ഒരു നോക്കൗട്ട് സ്പെഷ്യലിസ്റ്റാണ്. എൻറിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എൻറിക്കും നോക്കൗട്ട്സിലേക്ക് വരുമ്പോൾ മോശക്കാരനല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മാനേജറാണ്. പറഞ്ഞ പോലെ ചെയ്യുന്ന മാനേജറാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആള് ലിവർപൂളിനെതിരെ ആൻഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അടിച്ച ഡയലോഗുകൾ എന്തൊക്കെ, ഞങ്ങൾ തോൽപ്പിക്കും, ലിവർപൂൾ ഇതുവരെ തോറ്റിട്ടില്ലല്ലേ ഫസ്റ്റ് ലെഗ് ജയിച്ചതിന് ശേഷം സെക്കൻഡ് ലെഗിൽ എന്നാൽ ഞങ്ങൾ തോൽപ്പിച്ചു തരാം, ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്താണ് ആ ചങ്ങാതിൻ്റെ മനസ്സിലുള്ളത്. ലിവർപൂളിനെതിരെ ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ ധൈര്യം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇയാൾക്ക് ധൈര്യം മാത്രമല്ല, പോയിട്ട് പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തു. സോ ഹാറ്റ്സ് ഓഫ് ടു ലൂയിസ് എൻറിക്കെ, ഇത്രയും നല്ലൊരു പണി PSG-യിൽ എടുക്കുന്നതിന്. അപ്പോൾ PSG-ൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ സീസണിൻ്റെ തുടക്കത്തിൽ ആർക്കും അവരെ വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു 2025 എത്തുന്ന സമയത്ത് അവരുടെ ഒരു സഡൻ റൈസ് ഓഫ് ഫോം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡെംബലിൻ്റെ ഒരു റൈസ്, അതുപോലെ തന്നെ ക്വാററ്റ്സ്കേലിയൻ്റെ വരവ്, അതൊക്കെ അവർക്ക് ഹ്യൂജ് ബൂസ്റ്റായി മാറിയിട്ടുണ്ട്. പിന്നെ മിഡ്ഫീൽഡൊക്കെ അവരുടെ സെറ്റാണ്. അവിടെ എന്താ പറയുക, ജാവോ നെവസൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ബോൾ വെച്ചിട്ട്, പന്താട്ടം എന്നൊക്കെ പറയുമല്ലോ, അതാണ് ലീഗ് 1-ലാണെങ്കിൽ UCL-ലേക്ക് വരികയാണെങ്കിൽ നെവസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡെംബലിൻ്റെ ഫോം അവർക്ക് കാര്യമായിട്ടുള്ള ബൂസ്റ്റ്. 2025 വരുന്ന സമയത്ത് വേറൊരു ഡെംബലയാണ്, ഇതുവരെ കണ്ട ഡെംബലല്ല, ബാഴ്സയുടെ ഡെംബലേ അല്ലത്, ഡോർട്ട്മുണ്ടിൽ ഉണ്ടായിരുന്ന ഡെംബലല്ല, ഇത് വേറൊരു ഡെംബലയാണ്. അപ്പം അതൊക്കെ അവർക്ക് ഹ്യൂജ് ബൂസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ PSG-നെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ആ സിറ്റിൻ്റെ ഒരു മാച്ച് ഉണ്ടല്ലോ, അതും അവരെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. UCL അവരെത്ര 20ാം സ്ഥാനത്തിൻ്റെ ആ ഭാഗത്താണ് കിടുന്നത്. പക്ഷെ അവിടുന്ന് അവർ റൈസ് ചെയ്ത് വന്നു, ലിവർപൂളിനെ തോൽപ്പിച്ചു, ഫേവറേറ്റ്സായി ലിവർപൂളിനെ തോൽപ്പിച്ചു, ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള UCL ലീഗ് ഫേസിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ലിവർപൂളിനെ തോൽപ്പിച്ചു, പ്രീമിയർ ലീഗ് അടിക്കാൻ പോകുന്ന ലിവർപൂളിനെ അവർ തോൽപ്പിച്ചു. എന്നിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ ഇപ്പം ഉണ്ടായിട്ടുള്ള റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് റൈസാണ്. അപ്പോൾ അവർ UCL-ൻ്റെ ഫേവറേറ്റ്സായി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാത്ത് കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമിയിൽ അവർക്ക് റയലിനെ കിട്ടും. റയൽ ഇവരെങ്ങനെ മാനേജ് ചെയ്യും? ഇൻ കേസ് ആസ്റ്റൺ വില്ലനെ PSG തോൽപ്പിക്കുകയും ആഴ്സണലിനെ റയൽ ബീറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു റയൽ വേഴ്സസ് PSG മാച്ച് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ റയൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിനു മുമ്പ് റയലിന് ആഴ്സണലിനെ മാനേജ് ചെയ്യണം, PSG-നെ സംബന്ധിച്ചിടത്തോളം ആസ്റ്റൺ വില്ലനെ മാനേജ് ചെയ്യണം. സോ ലെറ്റ് സി, ഇൻട്രസ്റ്റിംഗ് ആണ്. PSG-ൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്, അപ്രീഷിയബിൾ ആണ്. പെട്ടെന്ന് ഇങ്ങനെ ജനുവരിയിൽ ഒരു റൈസ് ഉണ്ടാവും. ഈ 2025 ഇവരിങ്ങനെ അടിച്ചു കയറി മുന്നോട്ട് പോകുന്ന ആരും വിചാരിച്ചില്ല. എനിവേ കൺഗ്രാറ്റ്സ് ടു PSG, അവരുടെ ഫാൻസ് ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് ടഫ് ടൈംസിലൂടെ കടന്നു പോയതല്ലേ. സോ ലെറ്റ് സി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. PSG-നെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.